ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ സ്നേഹതീരം വിട്ട് അവർക്ക് ഇറങ്ങേണ്ടതായിട്ട് വരികയാണ് കേട്ടോ. അപ്പം നെഞ്ചു തകർന്ന വേദനയോടെയാണ് ശാരദയും മക്കളും സ്നേഹതീരത്തിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ വിനീത് അവരെയും കൂട്ടിക്കൊണ്ട് വിനീതിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം സുജാതയുടെ പെരുമാറ്റം വളരെ മോശമാണ്. അവരോട് യാതൊരുവിധ സ്നേഹമോ അനുകമ്പയോ ഒന്നുമില്ലാതെ ശരിക്കും ഒരു അഭയാർത്ഥികളോട് പെരുമാറുന്ന പോലെയാണ് സുജാത അവരോട് പെരുമാറുന്നത്. അത് മാനസികമായിട്ട് അവർ ഒരുപാട് വേദനിപ്പിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നാൽ എങ്ങനെയെങ്കിലും തങ്ങളുടെ വീട് വീണ്ടെടുക്കണമെന്ന് ഗംഗയും കാവേരിയും കൂടി തീരുമാനിക്കുകയാണ്. അപ്പം ഗംഗയുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമൊക്കെ ഉണ്ട്, അവളുടെ കല്യാണത്തിനായിട്ട് മേടിച്ച്. അപ്പോൾ ഗംഗ പറയും, നമുക്ക് ഈ സ്വർണം വിറ്റിട്ട് ബാങ്കിലെ കടം വീട്ടാം. ബാങ്കിൽ നമ്മൾ കൊടുക്കാനുള്ള കാശ് കൊടുത്തു കഴിഞ്ഞാൽ വീട് തിരിച്ചു തരാം എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോൾ ശാരദ ആദ്യം ഒന്നും അതിന് സമ്മതിക്കില്ല. നിന്റെ കല്യാണ സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയും, ഇപ്പം കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലും നമുക്കില്ല, അപ്പോഴാണോ അമ്മേ കല്യാണം? ആദ്യം വീട്ട് എങ്ങനെയെങ്കിലും നമുക്ക് നേടിയെടുക്കാം, അതിനുശേഷമല്ലേ ബാക്കിയൊക്കെ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കാവേരിയും ഗംഗയും കൂടി ആ സ്വർണ്ണങ്ങൾ വിറ്റിട്ട് ബാങ്കിൽ നിന്ന് വീടിൻ്റെ പേപ്പർ തിരിച്ച് മേടിച്ചെടുക്കുകയാണ്. അങ്ങനെ അവർ തിരിച്ച് അവരുടെ സ്നേഹതീരത്തിലേക്ക് തന്നെ ചെല്ലുക. പക്ഷെ അവിടെ ചെന്ന് താമസം തുടങ്ങുമ്പം വീണ്ടും അവരുടെ മുന്നിൽ വലിയൊരു പ്രതിസന്ധി ഇങ്ങനെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അച്ഛൻ്റെ ബാങ്കിൻ്റെ അക്കൗണ്ടിനെ പറ്റിയോ കാശിനെ പറ്റിയോ ഒന്നും ഇവർക്ക് യാതൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഇവരുടെ ഉപജീവന മാർഗം ഒരു ചോദ്യചിഹ്നമായിട്ട് മാറുക. അപ്പോൾ കാവേരി പറയും, ഞാൻ ഇനി തൽക്കാലം കോളേജിൽ പോകുന്നില്ലമ്മേ, ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് ശ്രമിക്കാം എന്ന് പറയാണ് കേട്ടോ. അപ്പം വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ശാരദ പിന്നെ ഒന്നും മിണ്ടാതെ നിൽക്കും. അപ്പോൾ കാവേരി പറയും, യമുനയോടും നിളയോടും നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പഠിക്കണം, നീ നാളെ തൊട്ട് കോളേജിൽ പോയി തുടങ്ങണം എന്ന് യമുനയോട് പറയാണ്. അതേപോലെ തന്നെ ഗംഗയാണെങ്കിൽ നമ്മുടെ നിളക്കുട്ടിയോടും പറയും, മോളും ഇനി സ്കൂളിൽ പോയി തുടങ്ങണം, ഒരുപാട് ക്ലാസ് ഇപ്പം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയും നമ്മൾ ഉഴപ്പാൻ പാടില്ല എന്ന് പറയാണ് കേട്ടോ. എന്നിട്ട് ഗംഗ പറയും, എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഇത്രയും ബുദ്ധിമുട്ടേണ്ടി വരില്ലായിരുന്നു, ഞാനും കൂടി എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കായിരുന്നു, എനിക്ക് പഠിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ അവസ്ഥ വന്നത്, അതുകൊണ്ട് നിങ്ങളെങ്കിലും നന്നായിട്ട് പഠിക്കണം എന്ന് അനിയത്തിമാരെ ഉപദേശിക്കുക. നമ്മുടെ അമ്മയുടെ അവസ്ഥ നോക്കിക്കേ, അമ്മയ്ക്കും ഈ ലോകപരിചയം തീരെ കുറവാണ്, വിദ്യാഭ്യാസവും കുറവാണ്, അതുകൊണ്ട് അമ്മയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ കാവേരി പറയും, ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടാതെ, ഞാനുണ്ടല്ലോ, എൻ്റെ വിദ്യാഭ്യാസത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി ഞാൻ സംഘടിപ്പിക്കാം, നമ്മുടെ താൽക്കാലികം ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതുകൊണ്ട് അവസാനിക്കും എന്ന് പറയാം. പക്ഷേ എന്ത് ജോലി നോക്കും? എനിക്ക് രണ്ടുമൂന്ന് പരിചയക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പക്ഷെ അതുകൊണ്ട് മാത്രം പോരാ, നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പരിപാടി കൂടി കണ്ടെത്തണം ചേച്ചി എന്ന് കാവേരി ഇങ്ങനെ പറയാണ്. അപ്പോൾ പെട്ടെന്ന് അവരതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കാം. നമ്മുടെ കാവേരിയുടെയും കുടുംബത്തിൻ്റെയും നിസ്സഹായ അവസ്ഥയൊക്കെ വിനീത് വഴി നിവിൻ കറക്റ്റായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാവേരിയോട് അവനാകെ സങ്കടം തോന്നുക, എങ്ങനെയെങ്കിലും അവരുടെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് നിവിൻ തീരുമാനിക്കുക. അപ്പം നിവിനാണ് കാവേരിയുടെ അടുത്ത് ചെന്ന് ചോദിക്കും, അവരുടെ റിസോർട്ടിൽ ഒരു റിസപ്ഷനിസ്റ്റിൻ്റെ ഒഴിവുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരിക്ക് അപ്പോൾ ഒരുപാട് സന്തോഷമാകുക, സത്യമാണോ നിവിനെ, അങ്ങനെ ഒരു ഒഴിവുണ്ടോ? പക്ഷേ നിൻ്റെ അമ്മ ഇതറിഞ്ഞ് സമ്മതിക്കുമോ എന്ന് ചോദിക്കുക. അതൊന്നും സാരമില്ല, അമ്മയോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു, തനിക്ക് ആ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് നമ്മുടെ കാവേരിയോട് ചോദിക്കും. അപ്പോൾ കാവേരി പറയും, ഉറപ്പായിട്ടും എൻ്റെ വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ഒരു ജോലി എനിക്ക് വളരെ അത്യാവശ്യമാണ്, അതെന്ത് ജോലിയാണെങ്കിലും ഞാൻ ചെയ്യും, അതിനിപ്പം തൂപ്പ് ജോലിയാണ് പോയി വളരെ സന്തോഷത്തോടു കൂടി ഞാൻ വരും എന്ന് പറയുമ്പം, അതൊന്നുമല്ല, റിസപ്ഷനിസ്റ്റിൻ്റെ ഒരു ഒഴിവുണ്ട്, തൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പറ്റിയ ജോലി തന്നെയാണ്, തനിക്ക് അതവിടെ വന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നാളെ തൊട്ട് പോന്നോളൂ, എൻ്റെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റു എന്ന് പറയാം. എങ്കിൽ എനിക്ക് സന്തോഷമുണ്ട്, നാളെ ഞാൻ വരാം, രാജേശ്വരി മേഡമായിട്ട് സംസാരിക്കാം, മേഡം കൂടി സമ്മതിച്ചാൽ മാത്രമേ നിവിൻ്റെ റിസോർട്ടിൽ ഞാൻ ജോലിക്കായിട്ട് വരുള്ളൂ എന്ന് പറയാം. അത് മതി, നാളെ തന്നെ പോരെ, അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് നിവിൻ നമ്മുടെ കാവേരിക്ക് ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്ന് ഈ കാര്യം ഇപ്പോൾ തൽക്കാലം പറയണ്ട എന്ന് കാവേരി തീരുമാനിക്കുക. കാരണം ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതെ വീട്ടിൽ വെറുതെ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരിയാണ് മനസ്സിൽ പലതും പ്ലാൻ ചെയ്യുക. എന്തുകൊണ്ട് സ്നേഹതീരം ഒരു ഹോം സ്റ്റേ തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക. കാരണം നല്ല സൗകര്യമുള്ള വീടാണല്ലോ നമ്മുടെ കാവേരിയുടെ വീട്. അപ്പോൾ അവിടെ ഒരു ഹോം സ്റ്റേ തയ്യാറാക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് താനും. അപ്പോൾ വീട്ടിൽ ചെന്ന് ഗംഗയോടും യമുനയോടൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ ശാരദ ആദ്യം പറയും, ഹോം സ്റ്റേ തുടങ്ങാന്നൊക്കെ വെച്ചാൽ അത് വേണോ മോളെ, പല സ്ഥലത്തു നിന്ന് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് താമസിക്കുക, ഈ പെൺകുട്ടികളും ആയിട്ട് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് അത് ശരിയാകുമോ എന്ന് ചോദിക്കാം. അപ്പോൾ ഗംഗ പറയും, അമ്മേ കാവേരി പറയുന്നതിലും കാര്യമുണ്ട്, നമ്മുടെ ഈ പുഷ്പവാടി ഒരു ടൂറിസ്റ്റ് ഏരിയ, ഇവിടെ ഇഷ്ടം പോലെ ടൂറിസ്റ്റേഴ്സ് വരുന്നുമുണ്ട്, നമ്മുടെ വീട് നല്ലൊരു വീടല്ലേ അമ്മേ, എല്ലാവർക്കും വളരെ ഇഷ്ടം തോന്നുന്ന രീതിയിൽ പണിതിരിക്കുന്നൊരു വീട്, ഇവിടെ നമ്മൾ ഒരു ഹോം സ്റ്റേ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഗസ്റ്റുകളെ നമുക്ക് കിട്ടും, അമ്മ എതിരായി നിൽക്കരുത് എന്ന് പറയുക. എന്നാലും എന്നും പറഞ്ഞ് ശാരദ ആകെ
ഒരു മടി പറയുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയും, അമ്മേ നമ്മൾ ഒരു ജോലിക്ക് നോക്കിയിട്ടൊന്നും ശരിയാകുന്നില്ലല്ലോ. അതുമാത്രമല്ല ഇതിപ്പം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു ജോലിയല്ലേ. നമ്മൾ അവർക്ക് വേണ്ട ആഹാരമൊക്കെ പാകം ചെയ്യണം. പിന്നെ ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മൾ കുറച്ച് റൂമുകളും സെറ്റാക്കി എടുക്കണം. അതല്ലാതെ വേറെ പാടൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല അമ്മേ. നാട്ടുകാരെയൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട ഗതികേട് വന്നു. ആരെങ്കിലും നമ്മളെ സഹായിക്കാൻ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം ശാരദ പറയും, അത് നീ പറഞ്ഞത് നേരാ. പക്ഷേ ഈ പെൺകുട്ടികൾ മാത്രമുള്ള വീടായതുകൊണ്ടാണ്. എന്തുകൊണ്ട് ഞങ്ങളെ ആര് പിടിച്ചുകൊണ്ട് പോകാനാ അമ്മേ? അമ്മ കുറച്ചും കൂടി ധൈര്യമൊക്കെ കാണിക്കണം. നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ കാശ് വേണം. ഇനിയും യമുനയ്ക്കും നിളയ്ക്കും പഠിക്കണ്ടേ മുന്നോട്ട്? എൻ്റെ കാര്യം പിന്നെ പോട്ടെ, ഇവർക്ക് പഠിച്ചൊരു ജോലി നേടണ്ടേ? ഇവർക്ക് IAS ആവണ്ടേ? ഇതല്ലേ ഇവളുടെ ആഗ്രഹം. അച്ഛൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണ്ടേ അമ്മേ? അതിന് മുന്നിൽ തെളിഞ്ഞൊരു വഴിയായി ഇത്. അമ്മയായിട്ട് ഇതിനെതിരെ നിൽക്കരുത് എന്ന് പറയാണ്. അപ്പം ശാരദ പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, ഞാനായിട്ട് ഇനി എതിരെ നിൽക്കുന്നില്ല എന്ന് പറയും കേട്ടോ. അപ്പം അച്ഛമ്മയും പറയും, ശാരദ നീ ഒന്നും പറയാൻ നിൽക്കണ്ട. കാവേരിമോള് പറഞ്ഞത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത്. ഇവിടെ ഇപ്പം ഞാനും കൂടി ഉണ്ടല്ലോ. ഈ കുടുംബത്തിൽ കയറി ആരും ഒരു മോശം പ്രവൃത്തിയും ചെയ്യാൻ പോകുന്നില്ല. വിനീതും ഉണ്ടല്ലോ നമ്മുടെ ഒരു സഹായത്തിന്. എന്താവശ്യത്തിനും അവനും ഓടി വരുന്നുണ്ട്. നമുക്ക് അവനോടുകൂടി അഭിപ്രായം ചോദിച്ചിട്ട് തുടങ്ങാം. നല്ലതാണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറയാം. അപ്പം ശാരദ പറയും, അമ്മയ്ക്കും അത് അഭിപ്രായമാണെങ്കിൽ ഞാനായിട്ട് ഇനി എതിരൊന്നും നിൽക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം. എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും അറിയില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എന്ത് കാര്യത്തിനും ഞാനുണ്ട് കൂടെ എന്ന് ശാരദ ഉറപ്പ് നൽകുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുക. അപ്പോൾ യമുന ചോദിക്കും, അല്ല ചേച്ചി, നമ്മൾ ഹോം സ്റ്റേ തുടങ്ങുവാണെങ്കിൽ അതിനൊരു പേരിടണ്ടേ? എന്നാലല്ലേ ആൾക്കാരൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. അത് ശരിയാ, ഒരു പേര് വേണമല്ലോ. അപ്പം നിളയും പറയും, ചേച്ചി നല്ല അടിപൊളി പേര് വേണം. ആരും കേൾക്കുമ്പം ഇവിടേക്ക് വരാൻ തോന്നണം. അത്ര അട്രാക്റ്റീവ് ആയിട്ടുള്ള പേര് വേണം നമ്മുടെ ഹോം സ്റ്റേക്ക് ഇടാൻ എന്ന് പറയണേ കേട്ടോ. അത് കേൾക്കുമ്പം കാവേരി പറയും, എന്നാൽ നിങ്ങളെല്ലാവരും കൂടി നല്ലൊരു പേര് തീരുമാനിക്കുക എന്ന് പറയണേ. അപ്പം നമ്മുടെ നിളയാണേ ആലോചിക്കുന്നത്, ചേച്ചി നമുക്ക് സ്നേഹതീരം ഹോം സ്റ്റേ തന്നെ ഇട്ടാലോ? നല്ല പേരല്ലേ? ഇതിലൊരു സ്നേഹം ഇങ്ങനെ നിൽക്കുകയല്ലേ എന്ന് പറയാം. അത് കേൾക്കുമ്പോഴത്തേക്കും കാവേരി പറയും, അത് നല്ല പേരാണല്ലോ, സ്നേഹതീരം ഹോം സ്റ്റേ. അങ്ങനെ തന്നെ ഇടാം. നമുക്കൊരു ബോർഡും സ്ഥാപിക്കാം. അപ്പം ആൾക്കാർക്കൊക്കെ അറിയുമല്ലോ. അതുമാത്രമല്ല, നമുക്ക് വിനീതേട്ടനോടും അവിടെയുള്ള ആൾക്കാരോടൊക്കെ പറയാനും ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം എന്ന് പറയാം. അതെന്തായാലും വേണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കാവേരി ഇതിനെപ്പറ്റി സംസാരിക്കാൻ വിനീതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കാവേരിയെ കണ്ടു കഴിയുമ്പം വിനീത് ചോദിക്കും, എന്താ കാവേരി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒരു പ്രശ്നമില്ല വിനീതേട്ട, ഞാനൊരു കാര്യത്തിൽ അഭിപ്രായം ചോദിക്കാനായിട്ട് വന്നതാ എന്ന് പറയേ. എന്തഭിപ്രായമാണ് നിനക്ക് അറിയണ്ടേ? അത് ഇപ്പം വീട്ടിലെ സാഹചര്യമൊക്കെ വിനീതേട്ടൻ അറിയാലോ. ഞാൻ ഒരു ഹോം സ്റ്റേ ആരംഭിച്ചാലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് വിനീതേട്ട. വീട്ടിൽ തന്നെ, വീട് അത്യാവശ്യം നല്ല വീടല്ലേ, വലിയ വീടുവാ. ഹോം സ്റ്റേ ആരംഭിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. നമ്മുടെ ഈ പുഷ്പവാടിയിൽ ഗസ്റ്റുകൾക്ക് ഒരു കുറവ് കാണത്തില്ല. 1-2 ഗസ്റ്റ് വന്നാൽ പോലും മതി ഒരു ദിവസം. ഞങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടും എന്ന് പറയാം. അന്നേരം വിനീത് പറയും, അത് നല്ലൊരു ആശയമായിട്ടാണ് എനിക്കും തോന്നുന്നത് കാവേരി. ഇതിനെപ്പറ്റി ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിവിനോടൊക്കെ ചോദിച്ചാൽ അവരും വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും. അവർക്ക് റിസോർട്ടായതുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ അവന് പറഞ്ഞു തരാൻ കഴിയും എന്ന് പറയാം. അത് ശരിയാ വിനീതേട്ടൻ, നിവിനോടൊന്ന് സംസാരിക്കുന്നതിനെ പറ്റി. എന്നിട്ട് നമുക്കൊരു ഹോം സ്റ്റേ ആലോചിക്കാം. ഞങ്ങളൊരു പേരും കണ്ടെത്തിയിട്ടുണ്ട്. ആഹാ, പേരൊക്കെ കണ്ടെത്തിയോ? എന്തു പേരാ കണ്ടെത്തിയിരിക്കുന്നത്? സ്നേഹതീരം ഹോം സ്റ്റേ. എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക. അത് നന്നായിട്ടുണ്ട്. നിങ്ങൾ തളരാതെ മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. വീട്ടിൽ വന്ന് നിങ്ങൾ നിന്നപ്പം അമ്മയുടെ പ്രവൃത്തിയിൽ നിന്ന് എനിക്ക് ഒരുപാട് സങ്കടം തോന്നിയതാ. പക്ഷേ അതൊന്നും മനസ്സിൽ വെക്കാതെ അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് ജീവിക്കുന്ന കാണുമ്പം എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട് കാവേരി എന്ന് പറയാണ്. നീയ സത്യം പറഞ്ഞാൽ ഇപ്പം ആ കുടുംബത്തിന് നെടുന്തൂണ്. നിന്റെ വാക്കിന്മേല അവരെല്ലാവരും മുന്നോട്ട് ജീവിക്കുന്നത് എന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല വിനീതേട്ടാ. ഞങ്ങൾ പരസ്പരം അങ്ങും ഇങ്ങും താങ്ങായ ഇപ്പം മുന്നോട്ട് പോകുന്നത്. നിവിൻ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞായിരുന്നു അവരുടെ റിസോർട്ടിൽ. അത് കിട്ടുമെന്ന് എനിക്കത്ര ഉറപ്പൊന്നുമില്ല. രാജേശ്വരി മേഡത്തിന് എന്നോട് അത്ര താല്പര്യം പോരല്ലോ. അതുകൊണ്ട് കിട്ടുമോയെന്നറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ അതും ഞങ്ങൾക്കൊരു സഹായമായി മാറും എന്നൊക്കെ നമ്മുടെ കാവേരി വിനീതിനോട് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വിനീതിന് വളരെ സന്തോഷമാകും. നിവിൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി നിനക്ക് എങ്ങനെയെങ്കിലും മേടിച്ച് തരും കാവേരി. നിന്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ച് തന്നെ നല്ലൊരു പോസ്റ്റും അവൻ മേടിച്ച് തരും. അതെനിക്ക് ഉറപ്പാ. നല്ല മനസ്സുള്ളവനാ നിവിന് എന്ന് പറയാം.
അതൊക്കെ കേൾക്കുമ്പോൾ കാവേരിക്കും സന്തോഷമാവുക. അപ്പം ചെറിയൊരു പ്രതീക്ഷ ആ ജോലി കിട്ടും എന്ന് കാവേരിക്കും തോന്നുവാണ് വിനീതിൻ്റെ സംസാരത്തിൽ നിന്ന്. ഇതേസമയം നമ്മുടെ വിനീതും ഗംഗയെ സഹായിക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വിനീതിൻ്റെ കടയിലേക്ക് ചുരിദാറും ബ്ലൗസും ഒക്കെ തയ്ക്കാൻ വരുന്ന ചേച്ചിമാരെയും പെൺകുട്ടികളെയൊക്കെ സ്നേഹതീരത്തേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. ഗംഗയ്ക്ക് തയ്യൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി. അപ്പം ഗംഗയോട് വന്ന് അന്വേഷിക്കുമ്പോൾ ഗംഗ ഇത് ആരാ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിനീതിൻ്റെ പേര് അവർ പറയുമ്പോൾ ഒരുപാട് സന്തോഷം നമ്മുടെ ഗംഗയ്ക്കും തോന്നും കേട്ടോ. കാരണം വിനീതേട്ടൻ തൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞ് തനിക്ക് 10 പൈസ കിട്ടിക്കോട്ടെ എന്ന് കരുതി തനിക്ക് വന്ന തയ്യലുകൾ പോലും പിടിച്ചു തരുന്നതൊക്കെ കാണുമ്പം ഗംഗയുടെ മനസ്സിൽ വിനീതിനോട് കൂടുതൽ ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നും. അപ്പം ഇതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ